ഹലോ നമസ്കാരം. നമ്മുടെ തക്കാളി പ്ലാന്റിൻ്റെ പ്രൂണിങ് അല്ലെങ്കിൽ അതിൻ്റെ ശാഖകൾ കട്ട് ചെയ്യുന്ന രീതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും, എന്തിനാണ് നമ്മൾ ശാഖകൾ കട്ട് ചെയ്യുന്നത്. ഒരു പ്ലാന്റിൻ്റെ ശാഖകൾ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റിൻ്റെ ഈൽഡ് വർദ്ധിക്കാനായിട്ട്, ഈൽഡ് എന്ന് വെച്ചാൽ വിളവ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഇതിൻ്റെ ശാഖകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. കൂടാതെ അതിന് ഡിസീസ് ആയിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ലീഫ്സ് അതും നമ്മൾ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് കളയും. അതും നമുക്ക് ഇതിൻ്റെ വളർച്ചയ്ക്ക്, തക്കാളിയുടെ ഒരു പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, തക്കാളിയുടെ ഓരോ പ്ലാന്റ്സും കട്ട് ചെയ്യാതെ ഒരുപാട് പേര് ഇങ്ങനെ നിർത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് ബ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതോ തക്കാളി ശാഖകൾ കട്ട് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ഒരു 50 തക്കാളി ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ 100-150 തക്കാളികളും ആ ഒരു പ്ലാന്റിൽ ഉണ്ടാവും എന്നുള്ള പ്രത്യേകതയാണ് ഈ ബ്രൂണിങ്ങിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം തന്നെ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ബ്രൂണിങ് ചെയ്യുക, അതിൻ്റെ പ്ലാന്റിനെ നമ്മൾ ആരോഗ്യത്തോടെ നിർത്തുക, നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻസ് ഇതിന് വേണ്ട രീതിയിൽ ഈ പ്ലാന്റിനെ എങ്ങനെ കിട്ടുന്നു ഒക്കെ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ അടിയിൽ നിന്ന് മുതൽ തുടങ്ങും. ഒരു തക്കാളി ചെടിയുടെ അടിഭാഗത്ത് നിന്ന് വരുന്ന ഈ ഇലകൾ, ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്തിനാ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, വരുമ്പോൾ ഇതേപോലുള്ള ശാഖകൾ ഒരു സ്റ്റമ്പിൽ നിന്ന്, ഒരു ചെടിയിൽ നിന്ന് ഇതേപോലെ ഒരുപാട് ശാഖകൾ തക്കാളിക്ക് വരും. നമ്മൾ ധൈര്യമായിട്ട് ഒരു വിഷമം വിചാരിക്കേണ്ട, ഇത് കട്ട് ചെയ്ത് മാറ്റുക. കാരണം ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ തക്കാളിയുടെ സ്റ്റമ്പുകൾ, അങ്ങനെ ശാഖകൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് ഈൽഡ് കിട്ടുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടായിട്ട് ഒരു തക്കാളി ചെടി തന്നെ ഒരു 10-50ഓളം ശാഖകൾ വന്നിട്ട് അതിൻ്റെ തക്കാളി ഉണ്ടായിട്ട് അതിൻ്റെ ഭാരം കൊണ്ട് ഒടിയാറുണ്ട്. അതുപോലെ ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. തക്കാളി എപ്പോഴും അതിൻ്റെ നീറ്റായിട്ട് വൃത്തിയിൽ ആ ചെടിനെ കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് ഒത്തിരി ഈൽഡ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഒരു ഇതേപോലെയുള്ള ചിരട് കെട്ടിയിട്ട് കറക്റ്റ് സൈസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ആ തക്കാളിയുടെ വിളവുണ്ടാവുന്നത്, തക്കാളി എങ്ങനെ തക്കാളിയുടെ പൂവിടുന്നതും തക്കാളി കായ ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇലകളുടെ മുകളിൽ വരുന്ന കേടുകൾ വന്നിട്ടുള്ള ഇലകൾ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. തക്കാളി ചെടി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു എങ്ങനെ ബ്രൂണിങ് ചെയ്യേണ്ട രീതികളും. നമ്മൾ ശാഖകൾ കട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിന് ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വയ്ക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രൂണിങ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക ശാഖകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയുടെ അറിവുകൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, അവരിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള കൃഷിയുടെ അറിവുകൾ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ല് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, പുതിയ ഒരു കൃഷിയുടെ അറിവായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.